അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുദ് മിൻ അംവാലിഹിം സദഖഹ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും വല്ലാഹു സമീഉൻ അലീം. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ഏറ്റവും ഉത്കൃഷ്ടരായ മനുഷ്യരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്യാറുള്ള സാധാരണ വിഷയങ്ങളിലൊന്നാണ് സക്കാത്ത്. യഥാർത്ഥത്തിൽ സക്കാത്തും റമദാനും തമ്മിൽ വിശിഷ്ടമായ ഒരു ബന്ധമൊന്നുമില്ല. സക്കാത്ത് എന്ന് നാം സാധാരണ വ്യവഹരിക്കാറുള്ള സദഖ, അത് നൽകുന്നതിന് ചില സമയങ്ങളുണ്ട്. കൃഷിയുടെ സദഖയാണ് അഥവാ കൃഷിയുടെ സക്കാത്താണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ വിളവെടുക്കുന്ന സമയത്തായിരിക്കണം അത് നൽകേണ്ടത്. അത് റമദാനിലാകാം, ശവ്വാലിലാകാം, ജനുവരിയിലാകാം, മാർച്ചിലാകാം, ഏത് സമയത്തും ആകാം. എപ്പോഴാണോ വിളവെടുക്കുന്നത്, വിളവെടുക്കുമ്പോഴാണ് അതിൻ്റെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട വിഹിതം നൽകേണ്ടത്. കച്ചവടമാണെങ്കിൽ അത് ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ്. നീക്കിയിരിപ്പ് സംഖ്യയാണെങ്കിലും അതൊരു വർഷം പൂർത്തിയാകുമ്പോഴാണ് നൽകേണ്ടത്. ആഭരണങ്ങൾക്കും സ്വർണങ്ങൾക്കുമൊക്കെ അപ്രകാരം തന്നെ. വാടക, ശമ്പളം പോലുള്ളതാണെങ്കിൽ അത് എപ്പോഴാണോ ലഭിക്കുന്നത്, ലഭിക്കുമ്പോഴാണ് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ റമദാൻ എന്നത് സക്കാത്തുമായോ സദഖയുമായോ പ്രത്യേകിച്ചെന്തെങ്കിലും ബന്ധമൊന്നും ഇല്ല. അത് അങ്ങനെ ബന്ധപ്പെടുത്തിയതും നമുക്കെവിടെയും കാണാൻ കഴിയില്ല. പക്ഷേ പ്രയോഗവശാൽ ആളുകളൊക്കെ സക്കാത്ത് കൊടുക്കാൻ തീരുമാനിച്ചത് റംസാനിലാണ് എന്നുള്ളതിനാൽ റംസാനും സക്കാത്തും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് അബദ്ധമായി ധരിച്ചു വശായത് മാത്രമാണ്. എല്ലാ കാലങ്ങളിലും 365 ദിവസം എന്ന് പറയാമെങ്കിൽ 365 ദിവസവും സമൂഹത്തിൽ സജീവമായി നിൽക്കേണ്ടുന്ന ഒരു സാമ്പത്തികമായ ക്രയവിക്രയത്തിൻ്റെ പേരാണ് സക്കാത്ത് അഥവാ സദഖ. അത് സമൂഹത്തിൽ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അതേതെങ്കിലും ഒരു സമയത്ത് മാത്രം പരിമിതപ്പെടുകയോ ഒരു സമയത്ത് മാത്രം ഉണ്ടാവുകയോ ചെയ്യേണ്ടുന്ന ഒരു ഏർപ്പാടിൻ്റെ പേരല്ല. എപ്പോഴും അത് സംഭവിക്കണം. സക്കാത്ത് എന്നാൽ ദാനമാണ് എന്ന് ആളുകൾ വിചാരിച്ചിട്ടുണ്ട്. സദഖ എന്നാൽ ദാനമാണ് എന്നാണ് വിചാരം. അത് ദാനമല്ല, മറിച്ച് സമൂഹത്തെ എപ്പോഴും സാമ്പത്തികമായ സുസ്ഥിതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക പദ്ധതിയാണത്. അത് കേവലമായ ഒരു ദാനം എന്ന വകുപ്പിൽ പെടുത്തേണ്ടതല്ല. ദാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം, നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം. അത് സ്വന്തമായി ആർക്കും തീരുമാനിക്കാവുന്ന സംഗതിയാണ്, ഐച്ഛികമാണത്. അത് നമുക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കാം. അത് ധനികൻ എന്ന വ്യത്യാസമില്ല, ദരിദ്രൻ എന്ന വ്യത്യാസമില്ല. എനിക്കൊരാളൊരു ഇഷ്ടം തോന്നുന്നു, അയാൾക്ക് ഞാനൊരു ഗിഫ്റ്റ് നൽകുന്നു, അതൊരു ദാനമാണ്. ഒരു കുട്ടി നന്നായിട്ട് പാട്ട് പാടുന്നു അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നു, ആ കുട്ടിയെ എനിക്കൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യണം, ഞാൻ ആ കുട്ടിക്ക് എന്തെങ്കിലും നൽകുന്നു, അതൊരു ദാനമാണ്. അത് എൻ്റെ ഇഷ്ടമാണ്, അത് എനിക്ക് നിയമപരമായ ബാധ്യതയല്ല. ഞാൻ ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ല, ഞാൻ ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരനാവുകയുമില്ല. അത്തരത്തിലുള്ള ദാനമല്ല
സക്കാത്ത് സദഖ എന്ന് പറയുന്നത്. അത് മറ്റൊന്നാണ്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാവുന്നതും ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാവുന്നതുമായൊരു സംഗതിയല്ല. അതിന് നിശ്ചിതമായ ഒരു രൂപമുണ്ട്. നിങ്ങൾ നിസ്കരിക്കുന്നിടത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് തോന്നുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് തോന്നുന്നത് പോലെയൊക്കെ ചെയ്യുന്നതല്ല നിസ്കാരം. നിസ്കാരത്തിന് നിശ്ചിതമായ ദിശയുണ്ട്, നിശ്ചിതമായ സമയമുണ്ട്, നിശ്ചിതമായ രൂപമുണ്ട്. അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് അത് നിസ്കാരമായി തീരുന്നത്. നിങ്ങളിൽ ഒരാൾ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് എന്തോ കാണിക്കുന്നു, അതിന് നിസ്കാരം എന്ന് പേര് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് നിസ്കാരമാകണമെങ്കിൽ നിസ്കാരം നിർണയിക്കപ്പെട്ട വിധത്തിൽ ചെയ്യണം. ഇതുപോലെ നിശ്ചിതവും നിർണിതവുമായ ചില ചട്ടക്കൂടുകളുള്ള, ചിട്ടവട്ടങ്ങളുള്ള, നിയമ സംവിധാനങ്ങളുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ പേരാണ് സക്കാത്ത് സദഖ എന്ന് പറയുന്നത്. ഞാൻ ഈ സക്കാത്ത് സദഖ എന്ന് ചേർത്ത് പറയുന്നത് അത് തെറ്റായി ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നാം സക്കാത്ത് എന്ന് പറയുന്നത് സദഖയെ സംബന്ധിച്ചും സദഖ എന്ന് പറയുന്നത് സക്കാത്തിനെ സംബന്ധിച്ചുമാണ്. അതൊരു സങ്കീർണമായ വിഷയമാകയാൽ അത് ഞാൻ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകുമെന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ആ വിഷയം പറയുന്നില്ല. പക്ഷേ ഖുർആൻ നാം സക്കാത്ത് എന്ന് പറയുന്ന ആ ഒരു സംഗതിയെക്കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ സദഖ എന്നാണ്. അപ്പോൾ ആരാണ് സദഖ നൽകേണ്ടത്? ആരാണ് നിർബന്ധദാനം കൊടുക്കേണ്ടത്? നാം ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിൽ നമുക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്നത് എപ്പോഴാണ്? അതിന് ചില കണക്കുകളൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് 10.5 പവൻ്റെ സംഖ്യ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ, നീക്കിയിരിപ്പുണ്ടെങ്കിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെയാണ്. അങ്ങനെയൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങളുടെ ചെലവും കടവും കഴിച്ച് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കണം. നിങ്ങളുടെ ചെലവും നിങ്ങളുടെ കടവും കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ, കടമെന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകാവുന്ന ഓടി പോലുള്ള കടങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, വ്യക്തിതലത്തിലുള്ള കടങ്ങളെക്കുറിച്ചാണ്. ബാധ്യത എന്നുള്ള നിലക്കുള്ള കടങ്ങളെക്കുറിച്ചാണ്. ഓടി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേമിന്, നിങ്ങൾ ഏതെങ്കിലും ഒരു കച്ചവട സ്ഥാപനത്തിന് വേണ്ടി എടുക്കുന്നു, അതിൻ്റെ അസറ്റും ഇതും തമ്മിൽ നിങ്ങൾ പരസ്പരം പണയപ്പെടുത്തിയിട്ടുണ്ടാകും. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് കടമായിട്ട് ആ അർത്ഥത്തിൽ പരിഗണിക്കപ്പെടുകയില്ല. മറിച്ച് നിങ്ങളുടെ വ്യക്തിതലത്തിൽ നിങ്ങൾക്ക് കടമുണ്ട്, ബാധ്യതയുണ്ടെങ്കിൽ ആ കടം കഴിച്ച് നിങ്ങളുടെ അത്യാവശ്യത്തിനുള്ള ചെലവ് കഴിച്ച്, ഈ ചെലവൊക്കെ കണക്ക് കൂട്ടുമ്പോൾ സാധാരണ നിലയിലുള്ള ശരാശരിയിൽ നിന്നുകൊണ്ടാണ് കണക്ക് കൂട്ടുക. അതൊരു മനുഷ്യൻ്റെ തഖ്വയുമായി ബന്ധപ്പെട്ടതാണ്. അത് എങ്ങനെയാണ് ചെലവ് കണക്കാക്കേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അതിന് നിശ്ചിതമായൊരു ഫോമൊന്നുമില്ല. എങ്ങനെയാണ് എൻ്റെ ചെലവ് കണക്കാക്കേണ്ടത്, എൻ്റെ വണ്ടി ഏതായിരിക്കണം എന്നൊക്കെ ചോദിച്ചാൽ അതിന് നിശ്ചിതമായ ഫോമൊന്നുമില്ല. അത് ഒരു ശരാശരി കേരളീയ ഒരു മലയാളി എങ്ങനെയാണ് ജീവിക്കുന്നത്, ആ ശരാശരിയിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ചെലവ് കണക്ക് കൂട്ടാൻ. അങ്ങനെ ചെലവും കഴിച്ച് കടവും കഴിച്ച് ബാക്കി വല്ലതും മിച്ചമുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. എത്രയാണ് കൊടുക്കേണ്ടത്? ഇതും ഒരു ചോദ്യമാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് 2.5% കൊടുക്കണമെന്നാണ്. അങ്ങനെ ഒരു കണക്കൊന്നും ഖുർആനിലില്ല. 2.5% എന്ന കണക്കൊന്നുമില്ല. മറിച്ച് എന്താണോ ആവശ്യം, സമൂഹത്തിന് ആവശ്യമുള്ളത്. ഉമറിൻ്റെ കാലത്ത് 20% നിശ്ചയിച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് 10% അദ്ദേഹം ആക്കിയിട്ടുണ്ട്, 2.5% വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2.5% എന്ന് പറയുന്നത് മിനിമം എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അത്രയാണ് കൊടുക്കേണ്ടത് എന്നൊന്നും നമുക്ക് ഖുർആനിൽ നിന്ന് ലഭ്യമല്ല. മറിച്ച് അവകാശങ്ങളുണ്ട് മറ്റുള്ളവർക്ക് എന്നുള്ളതാണ്. നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആവശ്യക്കാരുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. ആ ആവശ്യക്കാർക്ക് നിങ്ങൾ 2.5% കൊടുത്താലും മതിയാവില്ല. നിങ്ങൾക്ക് 5% കൊടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ 5% കൊടുക്കണം. 2.5% എന്നത് ഇങ്ങനെ മുറിച്ച് മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമല്ല. എത്രയാണോ സമൂഹത്തിന് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആരാണ് കൊടുക്കേണ്ടത് ചെലവും കടവും കഴിച്ച് ബാക്കി വല്ലതും മിച്ചമുണ്ടെങ്കിൽ അത് എത്ര ഉറുപ്പ്യാണെന്നും കണക്കാക്കണ്ട. ബാക്കി മിച്ചം 1000 രൂപയാണെങ്കിൽ 1000 രൂപ അതിന് നിങ്ങൾ കൊടുക്കണം. പിന്നെ എപ്പോഴാണ് കൊടുക്കേണ്ടത്? അത് വർഷം പൂർത്തിയാകുമ്പോഴാണ് കൊടുക്കേണ്ടത്. പിന്നെ എന്തിനൊക്കെ കൊടുക്കണം? എല്ലാറ്റിനും കൊടുക്കണം. ഇമാം അബൂ ഹനീഫ പറയുന്നത്, നിങ്ങൾ പുല്ല് കച്ചവടക്കാരനാണ്, വൈക്കോൽ കച്ചവടക്കാരനാണെങ്കിൽ വൈക്കോലിന് കൊടുക്കണം. നിങ്ങൾ കശുവണ്ടി കർഷകരാണെങ്കിൽ കശുവണ്ടിക്ക് കൊടുക്കണം. അല്ലാതെ കറൻസിക്കും സ്വർണത്തിനും വെള്ളിക്കും മാത്രമാണ് എന്ന് ആണ് കിതാബുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അല്ല, നിങ്ങൾ റബ്ബർ കർഷകനാണെങ്കിൽ റബ്ബറിന് കൊടുക്കണം. നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, വാഹനം ബസ്സിൻ്റെ മുതലാളിയാണെങ്കിൽ, ഉടമയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് കൊടുക്കണം. നിങ്ങൾക്ക് കെട്ടിടമുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് കൊടുക്കണം. നിങ്ങൾക്ക് കച്ചവടമുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് കൊടുക്കണം.
ഇങ്ങനെ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ കൊടുക്കണം. നിങ്ങൾക്ക് നിക്ഷേപമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, അതിന് നിങ്ങൾ കൊടുക്കണം. അങ്ങനെ എന്തൊക്കെ വരുമാനവുമായി ബന്ധപ്പെട്ട് സ്വത്തെന്ന് പറയാവുന്ന എന്തൊക്കെ നിങ്ങൾക്കുണ്ടോ അതിനൊക്കെ കൊടുക്കണം. ആഭരണം ഉണ്ടെങ്കിൽ ആഭരണങ്ങൾക്ക് കൊടുക്കണം. ആഭരണത്തിന് 10.5 പവൻ എന്നൊക്കെയുള്ള കണക്ക്, ആ കണക്കൊക്കെ വെറുതെ ആരോ ഉണ്ടാക്കിയതാണ്. ആഭരണം ഒരു മോതിരാണെങ്കിലും കൊടുക്കണം, ഒരു കമ്മലാണെങ്കിലും കൊടുക്കണം. കാരണം ആഭരണം എന്ന് പറയുന്നത് ഡെഡ് മണിയാണ്. അത് അനിവാര്യമായൊരു സംഗതിയല്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് പോലെയല്ല ആഭരണം ധരിക്കുന്നത്. വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ നാണം മറക്കലാണ്. അതൊരു മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യമാണ്, പാർപ്പിടവും വസ്ത്രവും ആഹാരവും. അതുപോലുള്ളൊരു അനിവാര്യതയല്ല നിങ്ങൾ ആഭരണം ധരിക്കുക എന്ന് പറഞ്ഞത്. ആഭരണം ധരിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യനും മരിച്ചു പോവില്ല. ആഭരണം ധരിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് ഒരാളും മനുഷ്യനല്ലാതായി പോവില്ല, ഒരാളും ചോദ്യം ചെയ്യപ്പെടില്ല. ആഭരണം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന ഒരു സംഗതിയുമല്ല, പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒരു ഇടപാടുമല്ല ഈ ആഭരണം എന്ന് പറയുന്നത്. ജ്വല്ലറികൾ വർദ്ധിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ അവബോധം കുറയുന്നു എന്നാണ്. ജ്വല്ലറികൾ ഒരു നാട്ടിൽ കൂടുതലുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള മനുഷ്യർക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് വളരെ ദരിദ്രമാണെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ആഭരണങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് മണിയുടെ, പണത്തിൻ്റെ ഫ്ലോ നിശ്ചലമായി പോകുന്നു എന്നാണ്. 1,00,000 രൂപയുടെ ആഭരണം നിങ്ങൾ അണിയുന്നു എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കേണ്ടുന്ന 1,00,000 രൂപ നിങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അത് ഒരിക്കലും പ്രോത്സാഹനീയമല്ല. പാടുണ്ടോയെന്ന് ചോദിച്ചാൽ പാടുണ്ട്, അത് ആണിനും പറ്റും പെണ്ണിനും പറ്റും. പക്ഷേ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്നൊരു സംഗതിയല്ല, അത് നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പം നമ്മൾ പറയും ധരിക്കുന്ന ആഭരണമല്ലേ ആണ്. ധരിക്കുന്ന ആഭരണം ധരിക്കാനുള്ളതാണല്ലോ. അത് ബാങ്കിൽ കൊണ്ടുവെക്കുമ്പോൾ കൂടുതലാവും പ്രശ്നം. ധരിച്ചാലും ധരിച്ചില്ലെങ്കിലും, ലോക്കറിൽ വെച്ചാലും, കാതിലിട്ടാലും, കഴുത്തിലിട്ടാലും, കാലിലിട്ടാലും എല്ലാം ആഭരണം ഡെഡ് മണിയാണ് എന്നുള്ളതിനാൽ അതിന് ഏറ്റവും ചുരുങ്ങിയത് 2.5% നിർബന്ധമായും കൊടുത്തിരിക്കണം. അത് എത്രയാണോ മാർക്കറ്റ് വാല്യൂ, ആ മാർക്കറ്റ് വാല്യൂ കണക്കാക്കി 2.5 എന്ന് ഞാൻ പറയുന്നത് പരമ്പരാഗതമായി ശീലിച്ചു വന്ന ഒരു കാര്യം എന്നുള്ള നിലക്കാണ്. അപ്പോൾ ചോദിക്കും, അത് 40 വർഷം കൊടുക്കുമ്പോൾ തീർന്നു പോയില്ല? തീർന്നു പോയിക്കോട്ടെ, അതങ്ങനെയാണ്. 40 വർഷം കഴിയുമ്പോൾ 40 വർഷം 2.5% വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മൊത്തം ആയല്ലോ. പക്ഷേ ആ സാധനം അവിടെ ഇരിക്കുന്നല്ലോ. നിങ്ങളോട് ആര് പറഞ്ഞത് കഴുത്തിലിടാൻ? അത് മണിയാക്കിയിട്ട് മണിയാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ നിക്ഷേപിക്കാം, ബിസിനസ് ചെയ്യാം. നിർമ്മാണാത്മകമായ, ക്രിയേറ്റീവായിട്ടുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തിലെങ്കിലും നിക്ഷേപിക്കാം. അങ്ങനെയാണത് ചെയ്യേണ്ടത്. അപ്പോൾ ആഭരണം അങ്ങനെ അപ്പോൾ 10.5 പവൻ, ഇപ്പോൾ അടുത്ത കാലത്ത് ഏതൊരു മുസ്ലിയാർ പ്രസംഗിക്കുന്ന കേട്ട് 10.5 പവൻ എന്ന് പറഞ്ഞുള്ള കണക്കൊന്നും അല്ല. ആഭരണമായിട്ട് നിങ്ങൾ 100 പവൻ ധരിച്ചാലും ധരിക്കുന്നതിന് കൊടുക്കേണ്ടതില്ല എന്ന്. ഇങ്ങനെയൊക്കെയാണ് മസ്അലകൾ ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണം എന്ന് പറയുന്നത് സമൂഹത്തിൽ കറങ്ങാനുള്ളതാണ്. അത് ഖുർആൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. സമൂഹത്തിനുള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ആ ഫ്ലോ ആണ്. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ചാടി 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 ഇങ്ങനെ പോകുമ്പോഴാണ് പണം അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത്. ഖിയാമുൽ ലിന്നാസ് എന്നാണ്. ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായിട്ടുള്ള ഈ പണം എന്ന് പറയുന്നത് കറൻസി, നോട്ട് എന്നുള്ള അർത്ഥത്തിലല്ല, അതിനാധാരമായിട്ടുള്ളതെല്ലാം. ഇപ്പോൾ സ്വർണം ഒരു വലിയ നിക്ഷേപമാണ്. അത് നിങ്ങൾ മണ്ണിൽ കുഴിച്ചിടുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ കാതിലണിയുന്നത്. നിങ്ങൾ 1 കിലോ സ്വർണ്ണം എടുത്ത് മണ്ണിൽ കുഴിച്ചിടുന്നു, 1 കിലോ സ്വർണ്ണം എടുത്ത് നിങ്ങളുടെ കാതിലണിയുന്നു. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അപ്പോൾ അത് സമൂഹത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ കഴുത്തിലണിയുന്നതാണെങ്കിലും കാലിലണിയുന്നതാണെങ്കിലും ആഭരണങ്ങൾക്ക് നിങ്ങൾ പണത്തിന് കൊടുക്കുന്നത് പോലെ സക്കാത്ത് നൽകേണ്ടതാണ്. ഇനി ആർക്കാണ് കൊടുക്കേണ്ടത്, എന്തിനു കൊടുക്കണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് ആർക്കാണ് കൊടുക്കേണ്ടത്. ആർക്കാണ് കൊടുക്കേണ്ടത്? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ആർക്ക് കൊടുക്കണം? സംഘടനകൾക്ക് കൊടുക്കണോ? കൂട്ടായ്മകൾക്ക് കൊടുക്കണോ? സ്വന്തം കൊടുക്കണോ എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ നിർവഹിക്കേണ്ടത് മഹല്ലാണ്. നമ്മുടെ കേരളത്തിൽ പറഞ്ഞാൽ, ലോകാടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് കേരളത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇത് മഹല്ലാണ് നിർവഹിക്കേണ്ടത്. ഒരു മഹല്ലിൽ സക്കാത്ത് സദഖ നൽകാൻ ബാധ്യസ്ഥരായ ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാകണം. അവരെ പോയിട്ട് പള്ളി കമ്മിറ്റിക്കാരും ഖത്തീബും ഒക്കെ കാണണം. എന്നിട്ട് പറയണം, നിങ്ങൾക്ക് ഇത്ര വരുമാനമുണ്ട്, ഇത്ര നിങ്ങൾക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് അത് ശേഖരിക്കണം. അങ്ങനെ മഹല്ലിലുള്ള എല്ലാവരിൽ നിന്നും ശേഖരിക്കണം. മഹല്ലിൻ്റെ കയ്യിൽ അർഹതപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാകണം. വീടില്ലാത്തവർ, രോഗികൾ, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾ, അനാഥരായ ആളുകൾ,
പ്രയാസമനുഭവിക്കുന്നവർ, കടം കൊണ്ട് വലയുന്ന ആളുകൾ, പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് ഉണ്ടാകണം. എന്നിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. ആർക്കാണ് കൂടുതൽ മുൻഗണന നൽകേണ്ടത് എന്ന് നോക്കണം. എന്നിട്ട് ഈ പണമൊക്കെ എടുത്തിട്ട് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം അത് നമുക്ക് പറയാം. അപ്പോൾ ആർക്കാണ് കൊടുക്കേണ്ടത്? മഹല്ലിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മഹല്ലുകൾക്ക് പ്രശ്നം, ഇത് സംഘടിതമായി കൊടുക്കാമോ ഇല്ലേ? അങ്ങനെ മഹല്ലുകൾക്കല്ല യഥാർത്ഥത്തിൽ പ്രശ്നം, ഇത് ഉസ്താദുമാരുടെ പ്രശ്നമാണ്. നിങ്ങൾ വ്യക്തികൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ ഉസ്താദുമാർക്ക് കിട്ടൂല. അപ്പോൾ വ്യക്തികൾക്ക് കൊടുക്കരുത് എന്ന് ഞങ്ങൾ പറയൂല. കാരണം അത് ഞങ്ങളുടെ പ്രശ്നമാണത്. യഥാർത്ഥത്തിൽ ഇത് ഉസ്താദ് എന്ന് പറയുന്നത്, ആലിം എന്ന് പറയുന്നത്, പണ്ഡിതൻ എന്ന് പറയുന്നത്, ഇമാമോ ഖത്തീബോ എന്ന് പറയുന്നത് സക്കാത്തിൻ്റെ അർഹനല്ല. ഒരാൾ പണ്ഡിതനാകുന്നു എന്ന് പറഞ്ഞാൽ അയാൾ സക്കാത്തിന് അർഹനായി എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. പള്ളിയിലെ ഖത്തീബായാൽ അല്ല. പള്ളിയിലെ ഖത്തീബ് സക്കാത്തിന് അർഹനല്ല. എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഒരു കിതാബിലും ഇല്ല. പള്ളിയിലെ കാലിയാരോ ഉസ്താദോ ഒന്നുമല്ല. അയാൾ ദരിദ്രനാണെങ്കിൽ കൊടുക്കാം. ഉസ്താദുമാരൊക്കെ ദരിദ്രന്മാരാണെന്ന് ആരാ പറഞ്ഞത്? ദരിദ്രനാണെങ്കിൽ കൊടുക്കാം എന്നല്ലാതെ പള്ളിയിലെ ഉസ്താദാണ്, പള്ളിയിലെ ഉസ്താദിന് എന്തെങ്കിലും കൊടുത്താൽ കൂടുതൽ പുണ്യം കിട്ടും എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെയൊന്നുമില്ല. അർഹതപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കേണ്ടത് മഹല്ലിനാണ്. മഹല്ലിന് അതിന് സംവിധാനം ഇല്ലെങ്കിലോ? അപ്പോൾ ആളുകൾ ചോദിക്കും, ഞങ്ങളുടെ മഹല്ല് തന്നെ സംവിധാനമില്ല, അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ ചിന്തിക്കുന്നവർ, അവർ5-6 ആൾക്കാർ കൂടുക, അല്ല നമ്മൾ സക്കാത്തിൻ്റെ പൈസ എന്ത് ചെയ്യുന്നു, നമുക്കൊന്നിച്ച് ചേർന്ന് അങ്ങനെ കൊടുക്കാം. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കുറേ ആൾക്കാർ മഹല്ല് സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സംഘടനയ്ക്ക് കൊടുക്കല്ല, സംഘടനകൾക്ക് കൊടുക്കലല്ല വേണ്ടത്. സംഘടനകൾക്ക് കൊടുക്കുക എന്നുള്ളത് പരിഹാരമേ അല്ല. നോട്ടീസ് അടിക്കാനും സമ്മേളനങ്ങൾ നടത്താനും വാദപ്രതിവാദം നടത്താനും പ്രസംഗിക്കാനും ചെലവഴിക്കാനുള്ളല്ല സക്കാത്ത്. സക്കാത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ളതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ളതാണ്, നോട്ടീസ് അടിക്കാനുള്ളതല്ല, സമ്മേളനം നടത്താനുള്ളതല്ല. അത് മനുഷ്യ സമൂഹത്തിലെ ദരിദ്ര വിഭാഗങ്ങളുടെ അവശതയകറ്റുന്നതിന് വേണ്ടി നിത്യമായ പരിഹാരം കാണാനാണ് സക്കാത്ത് സദഖ സംവിധാനം ഖുർആൻ നിശ്ചയിച്ചിട്ടുള്ളത്. അത് സംഘടനകൾക്ക് കൊടുക്കാനുള്ളതല്ല. ഏത് സംഘടനയാണെങ്കിലും സംഘടനകൾ സക്കാത്തിൻ്റെ അവകാശികളുമല്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സംഘടനകൾക്ക് കൊടുത്താൽ സക്കാത്ത് ബാധ്യത നിർവഹിക്കപ്പെടുകയുമില്ല. അപ്പോൾ മഹല്ല് സംവിധാനം അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ, 4-5 ആൾക്കാർ കൂടുക. എന്നിട്ട് പറയാം, നമ്മുടെ സക്കാത്ത് സദഖ വിഹിതം ഇപ്രാവശ്യം നമുക്കൊന്നിച്ച് നിർവഹിക്കാം. ഇങ്ങനെ ഒന്നിക്കുന്ന എന്തിനാണെന്നറിയോ? ഒന്നിക്കുമ്പോഴേ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. നിങ്ങൾ 100 രൂപ വീതം 10,000 ആളുകൾക്ക് കൊടുത്താൽ അത് സദഖയാവൂല. 500 രൂപ വീതം കൊടുത്താലും സദഖയാവൂല. പിന്നെയോ എന്താണ്? ഒരാളുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം. ആവശ്യമുള്ളവന് ആവശ്യമുള്ളതിൻ്റെ തോതനുസരിച്ച് ആവശ്യമുള്ള സമയത്ത് കൊടുക്കലാണ് സദഖ. അതാണ് സക്കാത്ത്. ഒരാൾക്ക് 1,00,000 രൂപ ആവശ്യമുണ്ട്, അതിലേക്ക് നിങ്ങൾ 10,000 രൂപ കൊടുത്താൽ മതിയാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കൂടി കൊടുക്കണം എന്ന് പറയുന്നത്. 5-10 ആൾക്കാർ കൂടിയിട്ട് നിങ്ങളുടെ സക്കാത്തിൻ്റെ ഫണ്ടൊക്കെ നമുക്ക് ഈ പ്രാവശ്യം കുറേ ആളുകൾക്ക് കൊടുക്കലല്ല, ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക് മതി. അയാളുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം. ഒരു വീട്ടിൽ 2 വിധവകളുണ്ട്, അവർക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയില്ല. അവർക്ക് നിങ്ങൾ 1000 രൂപ കൊടുത്താൽ 10 ദിവസത്തെ ചിലവ് കഴിഞ്ഞു. അതല്ലല്ലോ വേണ്ടത്. അവരെ നിത്യവരുമാനമുള്ളവരാക്കുകയാണ് വേണ്ടത്. അതിനെന്ത് ചെയ്യണം? നമുക്ക് 2 കറവുള്ള പശുവിനെ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു തൊഴിലാളിയെയും വെച്ച് കൊടുക്കാം. ഒരു രാവിലെ വന്നിട്ട് ഒരു അപ്പുറത്തെ പിന്നെ പറമ്പിലുള്ള അല്ലെങ്കിൽ അപ്പുറത്തെ തൊടിയുള്ള ഒരു സ്ത്രീ വന്ന് ഇത് കറന്ന് പാലെടുത്ത് കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ വരുമാനം അവർക്ക് കൊടുത്ത് ഈ സ്ത്രീക്ക് ഒരു ജോലിയായി. ഇതാണ് സദഖ. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കത് ചെയ്യാൻ കഴിയില്ല, അപ്പോൾ 2 ആൾ കൂടി ചെയ്യണം, അല്ലെങ്കിൽ 3 ആൾ കൂടി ചെയ്യണം. അപ്പോൾ അത് സദഖയായി. ആ വർഷം മുതൽ അവർ പിന്നീട് സദഖ കൊടുക്കാൻ തുടങ്ങും. ആ വർഷം മുതൽ പിന്നീട് അവർക്ക് വരുമാനം ഉണ്ടായി തുടങ്ങി, അവരുടെ ദാരിദ്ര്യം മാറി. ഇതാണ് സദഖ. ഒരാൾക്ക് വീടില്ല, നിങ്ങൾ 10,000 രൂപ കൊടുക്കലല്ല, അയാൾക്ക് വീട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഒരാൾക്ക് കഴിയില്ലെങ്കിൽ 10 ആളുകൾ ചേർന്ന് വെച്ച് കൊടുക്കണം. ഇതാണ് സദഖ. ഇതിനു വേണ്ടിയാണ് സദഖ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് മഹല്ല് നിർവഹിച്ചാൽ ഏറ്റവും നല്ലത്. മഹല്ലുകൾ വ്യവസ്ഥാപിതമായി ഇസ്ലാമിലെ സക്കാത്ത് സദഖ സംവിധാനം കൃത്യമായി മനസ്സിലാക്കി ശേഖരിച്ച് വിനിയോഗിച്ചാൽ 5-10 വർഷം കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലും മുസ്ലിങ്ങളല്ലാത്തവർക്കിടയിലുമുള്ള എല്ലാ ദാരിദ്ര്യ പ്രശ്നങ്ങളും ഇല്ലാതാകും.
ഒരു സംശയ കാര്യത്തിലില്ല. കൊടുക്കുന്നവരാണ് നമ്മളൊക്കെ കൊടുക്കുന്നവരാണ്. സക്കാത്തിൻ്റെ വിഹിതം 2.5 കണക്കാക്കിയാൽ 2.5ക്ക് മുകളിൽ 3, 4, 5, 10% കൊടുക്കുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് എവിടെ ആവുന്നില്ല എന്ന് ചോദിച്ചാൽ ഇത് ശിഥിലമായി പോകുന്നു, കാറ്റത്ത് തൂറ്റിയതുപോലെ ആയി പോകുന്നു, ഇങ്ങനെ പറന്നു പോകുന്നു. എവിടെയും അത് കേന്ദ്രീകരിക്കപ്പെടുന്നില്ല, കൃത്യമായി വിതരണം ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ സക്കാത്ത് നിങ്ങൾ 10,000 കൊല്ലം കൊടുത്താലും ദാരിദ്ര്യമായിട്ട് ഇവിടെ അവശേഷിക്കും. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. സദഖയാണ് സമൂഹത്തെ വളർത്തുക. പക്ഷേ അത് സദഖ കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് മഹല്ലിനായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കൂടിയ കൂട്ടായ്മ. നിങ്ങൾ അങ്ങനെ എന്തിനൊക്കെ കൂടാറുണ്ട്? നാട്ടിൽ ഒരു കുട്ടിയുടെ കല്യാണം വന്നു, അല്ലെങ്കിൽ ഒരു രോഗം വന്നു. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ കമ്മിറ്റിക്കാരെ സമീപിക്കോ? ഇല്ലല്ലോ. 5-6 ആൾക്കാർ കൂടിയിട്ട് പറയും നമ്മുടെ രാമേട്ടൻ്റെ മകന് സുഖമില്ല, നമുക്ക് അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകണ്ടേ, അതെ എൻ്റെ വക ഞാനൊരു 10,000, മറ്റേ ആളോ ഞാനൊരു 10,000. അങ്ങനെയല്ലേ കണക്കാക്കുന്നത്? അതെന്തുകൊണ്ട് സക്കാത്തിൽ പറ്റൂല? അതെന്തുകൊണ്ട് സദഖയിൽ പറ്റൂല? പിന്നെ ഇത് ആരെയാണ് പരിഗണിക്കേണ്ടത്? സംശയമില്ല, നിങ്ങളുടെ പ്രദേശത്തുള്ള ആളുകളെ പരിഗണിക്കണം. നിങ്ങളുടെ പ്രദേശത്തുള്ള ആളുകളെയാണ് പരിഗണിക്കേണ്ടത്. നിങ്ങളുടെ നാട് നീളെ കൊടുക്കുമ്പോൾ അതൊക്കെ നല്ലത്. പക്ഷേ നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങളുടെ അയൽപ്പക്കത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പ്രദേശത്ത് അർഹരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആദ്യം മുൻഗണന നൽകണം. അവർക്ക് മുൻഗണന നൽകാൻ നിങ്ങളല്ലേ ഉള്ളൂ. അവർക്ക് മുൻഗണന നൽകണം. നിങ്ങൾ കമ്മിറ്റിക്ക് കൊടുത്താൽ നിങ്ങളുടെ നാട്ടിലുള്ള ദരിദ്രം എപ്പോഴും ദരിദ്രമായിട്ടിരിക്കും. അപ്പോൾ പറയും കമ്മിറ്റിക്കാരെങ്ങോട്ട് വരും? അപേക്ഷ കൊടുക്കണം. എന്നിട്ട് അപേക്ഷ കൊടുത്തിട്ട് അവരുടെ സംവിധാനത്തിലൂടെ പരിശോധിക്കും. അവരുടെ സംഘടനയുടെ അനുഭാവിയാണോ എന്നാണ് ആദ്യം നോക്കുക, അല്ലെങ്കിൽ പിന്നീട് അനുഭാവിയാകാൻ സാധ്യതയുണ്ടോ എന്നാണ് നോക്കുക. എന്നിട്ട് പരിശോധിച്ചിട്ട് ഇവർക്ക് 1,00,000 രൂപയാണ് ആവശ്യമെങ്കിൽ ഇവർ 10,000 രൂപ ഔദാര്യമായിട്ട് കൊടുക്കും. ഇതാണ് കമ്മിറ്റിക്കാർ ചെയ്യുന്നത്. ഇങ്ങനെ അല്ലാത്ത കമ്മിറ്റിക്കാരുണ്ട് കേട്ടോ. തൃശ്ശൂർ സക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റിയുണ്ട്. ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയും, നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ചേർന്ന് അവർ വീട് വെച്ച് കൊടുക്കുകയാണ്, ആളുകൾക്ക് വാഹനം വാങ്ങി കൊടുക്കുകയാണ്, പര്യാപ്തരാക്കുകയാണ്. അങ്ങനെയുള്ള ചില സക്കാത്ത് കമ്മിറ്റികൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അധിക സക്കാത്ത് കമ്മിറ്റികളും മനുഷ്യരെ തെണ്ടികളാക്കുന്ന ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1,00,000 രൂപ ആവശ്യമുള്ളവന് 10,000 കൊടുത്തിട്ട് അവനെ അങ്ങ് വിടും. പിന്നെ ഈ 90,000 ഉണ്ടാക്കാൻ അവൻ ഓടണം. അപ്പോഴേക്കും ഈ 10,000 തീർന്നിട്ടുണ്ടാകും. ഇങ്ങനെയാണ് സക്കാത്ത് കമ്മിറ്റികൾ പലതും. എല്ലാവരെയും തൃപ്തിപ്പെടുത്തണമല്ലോ, കാരണം ഇവർക്ക് അടുത്ത വർഷവും ഫണ്ട് വേണമല്ലോ. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം, എല്ലാവരെയും പരിഗണിക്കും. എന്നിട്ട് ഇങ്ങനെ കുറച്ച് കൊടുക്കും. സക്കാത്തിനെ കൊല്ലലാണത്, സദഖയെ കൊല്ലലാണത്. അത് സക്കാത്തും സദഖയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. കൊടുക്കേണ്ടത് എപ്പോഴും നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങളുടെ അയൽപ്പക്കത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കറിയാവുന്ന ആളുകൾ അർഹരായിട്ടുണ്ടെങ്കിൽ അവരെ ആദ്യം പരിഗണിക്കണം, അവരുടെ പ്രശ്നങ്ങൾ തീർക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാം. അതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കാലത്ത് സംഭവിച്ചത്. ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കാലത്ത് സദഖ നാട്ടിൽ വിതരണം ചെയ്തു, എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർത്തു. ഒട്ടകമില്ലാത്തവർക്ക് ഒട്ടകം വാങ്ങിക്കൊടുത്തു, ആടില്ലാത്തവർക്ക് ആട് വാങ്ങിക്കൊടുത്തു, വീടില്ലാത്തവർക്ക് വീട് പണിത് കൊടുത്തു, കച്ചവടം നടത്താൻ സാധിക്കുന്നവർക്ക് കട വെച്ചു കൊടുത്തു. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ, 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ സക്കാത്ത് വാങ്ങാൻ ആളില്ല. റമദാനിലല്ലല്ലോ, സക്കാത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ എപ്പോഴും. ഓരോ ദിവസവും പുതിയ കട, പുതിയ കർഷകർ, പുതിയ ഭൂമി, ഇങ്ങനെ ഉണ്ടായി വന്നു. പിന്നെ സക്കാത്ത് സദക്ക സ്വീകരിക്കുക, ഇവരൊക്കെ കൊടുക്കാനും തുടങ്ങി, സ്വീകരിക്കാൻ ആളില്ല. എന്നിട്ട് അത് അയൽ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു എന്നാണ് ചരിത്രം. ഇത് സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഗുരു KT അബ്ദുറഹീം, അദ്ദേഹം അന്തമാനിൽ പോയി അവിടെ ഒരു പള്ളിയിൽ ഖത്തീബൊക്കെയായി ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സക്കാത്തിൻ്റെ ഈ ഒരു വശത്തെക്കുറിച്ച് ജനങ്ങളെ ഉത്ബോധനം ചെയ്തു. ആളുകൾ നിങ്ങളൊക്കെ നിങ്ങളുടെ സക്കാത്തിൻ്റെ കാശ് എൻ്റെ കയ്യിൽ തരണം എന്ന് പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അദ്ദേഹം ആ നാട്ടിലെ പഠിച്ചു. അവിടെയുള്ള മുസ്ലിം അമുസ്ലിം ഭേദമില്ലാതെ അദ്ദേഹം എരുമകളെ വാങ്ങി കർഷകർക്ക് കൊടുത്തു, എരുമകളെ വളർത്താൻ. പിറ്റേത്തെ വർഷം അദ്ദേഹം പറയുന്നു, ഞാൻ ഖുത്ബ ഒരു വെള്ളിയാഴ്ച ഖുത്ബ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു കവർ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ സക്കാത്തിൻ്റെ കാശാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ ആരാണ് മോനെ? കഴിഞ്ഞ പ്രാവശ്യം എരുമ തന്നയാളാണ് ഞാൻ, എനിക്ക് നിങ്ങളെ എരുമയെ തന്നു, ഈ പ്രാവശ്യം എനിക്ക് വരുമാനം ഉണ്ടായി, അതിൻ്റെ സക്കാത്താണിത്. ഇങ്ങനെ സംഭവിക്കും. ഇതൊക്കെ ഏതോ കാലത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10, 35, 40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ഇത് നടക്കും. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ.
ആദ്യം കൊടുക്കേണ്ടത് ദരിദ്രർക്കാണ് കൊടുക്കേണ്ടത്. അഷ്ടിക്ക് വകയില്ലാത്തവൻ, കിടപ്പാടമില്ലാത്തവൻ, ജോലിയില്ലാത്തവൻ, പ്രയാസം അനുഭവിക്കുന്നവൻ, വരുമാനം കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്തവൻ, കുട്ടികളെ പഠിപ്പിക്കാൻ പ്രയാസപ്പെടുന്നവൻ, ഇവർക്കാണ് കൊടുക്കേണ്ടത്. മുസ്ലിം അമുസ്ലിം ഭേദമൊന്നുമില്ല. അള്ളാൻ്റെ മുന്നിൽ മുസ്ലിമും ഇല്ല. പട്ടിണി എല്ലാവർക്കും ഒരുപോലെ, വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്. മുസ്ലിമിൻ്റെ വിശപ്പിനെന്താ കുറച്ച് കാഠിന്യം കൂടുതലുണ്ടോ? പട്ടിണിയും വിഷമവും പ്രയാസവും ഒരുപോലെയാണ്. അതുകൊണ്ട് മുസ്ലിമായവനെ നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ ഏർപ്പാടാണ്. പടച്ചോൻ പറഞ്ഞിട്ടില്ല. പടച്ചോൻ പറയാത്തത് മൊല്ലമാർ പറയുമ്പോൾ അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. മനുഷ്യനെ കാണണം. പട്ടിണി കിടക്കുന്നത് രാമനാണെങ്കിലും പട്ടിണി കിടക്കുന്നത് മുഹമ്മദാണെങ്കിലും ഒരുപോലെയാണ്. അവരെയാണ് പരിഗണിക്കേണ്ടത്. മനുഷ്യനെ പരിഗണിക്കണം, അയൽപക്കത്തെ പരിഗണിക്കണം, പ്രദേശത്തെ പരിഗണിക്കണം, കൊടുക്കണം. എന്നിട്ട് മനുഷ്യനെ നന്നാക്കണം. മുസ്ലിം മാത്രം നന്നായാൽ നാട് നന്നാവില്ല. മനുഷ്യരെ നന്നാകണം. എല്ലാവരും സമ്പന്നരാകണം, എല്ലാവരും സ്വയം പര്യാപ്തരാകണം. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞതാ. ഉമർ പറഞ്ഞു, ഫഖീർ എന്ന് പറഞ്ഞാൽ മുസ്ലിമും മിസ്കീൻ എന്ന് പറഞ്ഞാൽ അമുസ്ലിമുമാണെന്ന് പറഞ്ഞു. തഫ്സീറുകളൊക്കെ നോക്കിയാൽ കാണാം. ഇതൊക്കെ മൂടി വെക്കും. എന്നിട്ട് പറയും സക്കാത്ത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കരുത് എന്ന് പ്രസംഗിക്കും. എത്രമേൽ വർഗീയമാണ്, എത്രമേൽ നിന്ദ്യമാണ് ആ പ്രഭാഷണം, എത്രമേൽ നിന്ദ്യമാണ് ആ സന്ദേശം സമൂഹത്തിന് നൽകുന്നത്. സക്കാത്ത് എല്ലാവർക്കും കൊടുക്കാം. ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ വൽ ആമിലീന അലൈഹ. ആ സക്കാത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളുണ്ടല്ലോ, അതിനുവേണ്ടി ഓടി നടക്കുന്ന ആളുകൾ, അവർക്ക് മറ്റു ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരുടെ ചിലവ് അതിൽ നിന്ന് കൊടുക്കണം. അവർക്കൊരു ശമ്പളം നിശ്ചയിക്കണം. ഖുർആൻ അതിനു വേണ്ടി മാത്രമേ ഒരു ശമ്പളക്കാരനെ നിശ്ചയിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പള്ളിയിൽ ഇമാമായിട്ട് ശമ്പളക്കാരനെ നിശ്ചയിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. പള്ളിയിൽ ഖത്തീബായിട്ട് ശമ്പളക്കാരനെ നിശ്ചയിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. പള്ളിയിൽ വാങ്ക് വിളിക്കാൻ ശമ്പളക്കാരനെ നിശ്ചയിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. സക്കാത്ത് പിരിക്കാനും കൊടുക്കാനും ശമ്പളക്കാരനെ നിശ്ചയിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. അത് ആലോചിച്ച് നോക്കണം. അതിനാണ് ശമ്പളക്കാരൻ വേണ്ടത്. അതിന് കണക്കറിയാവുന്ന, അക്കൗണ്ടിങ് അറിയാവുന്ന, സൂക്ഷ്മതയുള്ള വിശ്വസ്തനായ ഒരാളെ മാന്യമായ ശമ്പളം കൊടുത്ത് നിശ്ചയിക്കണം മഹല്ലുകൾ. അതിനാ വേണ്ടത്. ഖത്തീബിനോട് പറയണം, നിങ്ങളുടെ ജോലി പള്ളിയിൽ നിസ്കരിക്കൽ മാത്രമല്ല, മറിച്ച് വീടാന്തരം കയറണം, എന്നിട്ട് ഓരോരുത്തരുടെയും വരുമാനം എടുക്കണം, എന്നിട്ട് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കണം, എന്നിട്ട് അതിനാ ഖത്തീബ്, അതിനാണ് ഉദ്യോഗസ്ഥൻ വേണ്ടത്. വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും. ഇവിടെയാണ് ട്വിസ്റ്റ്. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്നിട്ട് എന്താ അതിന് പറയാ? മനസ്സിണക്കപ്പെട്ടവർ എന്ന് വെച്ചാൽ ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായിട്ട്, മതം മാറാൻ തയ്യാറായിട്ടിരിക്കുന്നവർ, അങ്ങനെയാണ് അർത്ഥം. മുഅല്ലഫത്തുൽ ഖുലൂബിന്റെ അർത്ഥം അറിയണം. മാനസിക രോഗം ബാധിച്ച് സുഖപ്പെട്ട് ജോലി ചെയ്യാൻ കഴിയാതിരിക്കുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ. ജനങ്ങൾ ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തുന്ന ആരെയാ? മാനസിക രോഗികളെ. പേടിയാണ്. കുതിരവട്ടത്ത് നിങ്ങൾ പോയി നോക്കണം. രോഗം ഭേദമായിട്ടും കൊണ്ടുപോകാൻ കഴിയാതെ, കൊണ്ടുപോകാൻ കുടുംബക്കാർ തയ്യാറാകാതെ 100 കണക്കിന് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അവർക്കൊരു റിഹാബിലിറ്റേഷൻ, അവരെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ ആരുമില്ല. പേടിയാണ്. നിങ്ങൾക്ക് പനി വന്ന് സുഖമായാൽ, നിങ്ങൾക്ക് കൊറോണ വന്ന് സുഖമായാൽ, നിങ്ങൾക്ക് ക്യാൻസർ വന്ന് സുഖമായാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സ്വീകരിക്കും. മാനസിക രോഗം വന്ന് സുഖമായാലോ നിങ്ങളെ പേടിയോടെ ആളുകൾ കാണുക. ആ അഡ്രസ്സ് ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം ഒരു കറുത്ത കുത്തായിട്ട് നിൽക്കും. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, അവരെ പുനരധിവസിപ്പിക്കണം ഖുർആൻ പറയുന്നു. മാനസിക രോഗം വന്ന് ഹൃദയം ഇണങ്ങിയ, അവരുടെ ആ അസുഖം മാറിയ ആളുകളെ സക്കാത്തിൻ്റെയും സദഖയുടെയും ഫണ്ട് ഉപയോഗിച്ച് പുനരധിവസിപ്പിക്കണം. അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, അവർക്ക് കടവെച്ചു കൊടുക്കണം, അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കണം, അവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തണം. എല്ലാവരും മാറ്റി നിർത്തുമ്പോൾ അവരെ പരിഗണിക്കണം. ഇസ്ലാമിലെ ഖുർആനിലെ സക്കാത്ത് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. എന്നിട്ട് മതം മാറ്റാൻ വേണ്ടി ഫണ്ടുണ്ടാക്കാൻ നടക്കും. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്ന് പറഞ്ഞിട്ട്. മതം മാറ്റാനല്ല, മതപ്രചരണത്തിനല്ല, മനുഷ്യൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമമാണിത്. വഫിർ റിഖാബി, ഭാരമനുഭവിക്കുന്നവർ, പല വിധത്തിലുള്ള ഭാരമനുഭവിക്കുന്നവർ. നേർക്കുനേരെ ദാരിദ്ര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഭാരം കൊണ്ട് മുതുകൊടിഞ്ഞിരിക്കും. പെങ്ങളുടെ ഭർത്താവ് മരിച്ച് പെങ്ങളും 5 കുട്ടികളും ഇയാളുടെ ചുമലിലാണ്, അയാളാണ് നോക്കുന്നത്. പ്രായമായ ഉമ്മയും പാപ്പയുണ്ട്, അവരെയും നോക്കണം.
ഓട്ടിസം ബാധിച്ച കുട്ടിയുണ്ട്, ആ കുഞ്ഞിനെയും നോക്കണം. അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട്. ഇവരുടെ ഭാരം ആരും അറിയില്ല, ഇവർക്കാരോടും പറയാനും പറ്റൂല. ഇങ്ങനെ നീറി പുകഞ്ഞ് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ കേസ്, വാഹനം ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് തട്ടി, ഇൻഷുർ ഉണ്ടായിരുന്നില്ല, ഇൻഷുർ ഇല്ലാത്ത വണ്ടി ഓടിക്കരുത്, പക്ഷേ അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചു, കേസ് വിധി വന്നു, 25 ലക്ഷം രൂപ കൊടുക്കണം, ഇയാളുടെ അടുത്തൊന്നുമില്ല. എത്രയോ ഗൾഫിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവരെ പരിഗണിക്കണം. വഫിറിഖാബി, പിന്നെയോ വൽ ഗാരിമീന, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കടം കയറി, ആഡംബരത്തിന് വേണ്ടിയല്ല, ടൈൽസ് മാറ്റിയിട്ട് മാർബിൾ ഇടാൻ വേണ്ടി കടെടുത്തവനെ കുറിച്ചല്ലേ പറയണത്. കമ്മൽ മാറ്റിയിട്ട് മറ്റേ അലിക്കത്തുണ്ടാക്കാൻ വേണ്ടി കടെടുത്തവളെ കുറിച്ചല്ല ഈ പറയുന്നത്. അനിവാര്യമായി കുട്ടി ഹോസ്പിറ്റലിലാണ്, ഒരു വഴിയുണ്ടായിരുന്നില്ല, അപ്പോഴാണ് കടെടുക്കേണ്ടി വന്നത്, അടക്കാൻ കഴിഞ്ഞില്ല, അത് കൂടി വന്നു. അവൻ കടക്കാരനാണ്. കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹമുണ്ട്, നല്ല മാർക്കുമുണ്ട്, ഒരു വഴിയുമില്ല. ഉപ്പാൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞപ്പോൾ ഉപ്പ പോയിട്ട് ലോൺ എടുത്തു, പക്ഷേ തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. അവൻ കടക്കാരനാണ്. അങ്ങനെയുള്ള കടക്കാരെ പരിഗണിക്കണം, അവർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. പിന്നെയോ ഒബിനി സബീലി, തെരുവിൻ്റെ പുത്രൻ, വഴിയില്ലാത്തവൻ, വീടില്ലാത്തവൻ, കയറി കിടക്കാനൊരു കൂരയില്ലാത്തവൻ. അങ്ങനെയുള്ള ആൾക്കാരില്ലേ, എത്രയോ ഇല്ലേ, കയറി കിടക്കാൻ കൂരയില്ലാത്ത, ആട്ടി ഓടിക്കപ്പെട്ടവർ, അങ്ങനെയുള്ളവരെയും പരിഗണിക്കണം. ഈ ആളുകളെ വഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പം പറയും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഞങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നത്, അതിനു വേണ്ടിയല്ല. മറിച്ച് ഈ പറഞ്ഞ 7 വിഭാഗത്തിൽ പെടാതെ നിങ്ങൾക്ക് അർഹതപ്പെട്ടതെന്ന് തോന്നുന്ന ധർമ്മ വഴിയുണ്ടല്ലോ, ആ ധർമ്മ വഴിയെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 7 എണ്ണം അല്ല പറഞ്ഞു, 8ാമത്തത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതാണ് വഫീ സബീലില്ല. 7 എണ്ണം അല്ല പറഞ്ഞു, അതിൽ പെടാത്ത ഏതെങ്കിലും ഒരു വിധവ ഉണ്ട്, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, പക്ഷേ അവർക്കൊരു വിവാഹം വേണം. അതിന് അന്വേഷിക്കാനും കണ്ടെത്താനുള്ളൊരു സംവിധാനം, അതിന് ചിലവുണ്ടാവുമല്ലോ. അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ, അവർക്ക് താമസിക്കാൻ, അത് ഈ പറഞ്ഞതിലില്ല. അതിനെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. അതുപോലുള്ള നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന 8ാമത്തെ ഒരു വഴിയാണ് വഫീ സബീലില്ല. 7 എണ്ണം അല്ല പറഞ്ഞു, 8ാമത്തത് നിങ്ങൾക്ക് അനിവാര്യമെന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതും അതിൽപ്പെടുത്താം. അല്ലാതെ സമ്മേളനം നടത്താൻ കൊടുക്കണം എന്നല്ല എൻ്റെ അർത്ഥം. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാറ്റിലും പെടുന്ന 8 വിഭാഗങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്, അല്ലാതെ നമുക്ക് തോന്നുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല. ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് സക്കാത്തായി തീരുന്നത്. ഇനി പറയേണ്ടത് കച്ചവടത്തെക്കുറിച്ചാണ്. ഇന്ന് അവസാനത്തെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഞാൻ കൂടുതൽ എടുക്കുന്നു നിങ്ങളുടെ അനുവാദത്തോടു കൂടി. കച്ചവടത്തെക്കുറിച്ചാണ്, കച്ചവടത്തിൻ്റെ സക്കാത്ത്. ഈ പുരോഹിതന്മാർ ഏറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണത്. കച്ചവടത്തിൻ്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കച്ചവടത്തിൻ്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും സ്റ്റോക്ക് എടുത്ത് എന്നിട്ട് അതിൻ്റെ 2.5% കണക്ക് കൂട്ടി കൊടുക്കണം എന്നാണ്. അപ്രായോഗികമായ നിർദ്ദേശമാണത്. അപ്രായോഗികം, നീതിവിരുദ്ധം. നിങ്ങൾക്ക് 5 കോടിയുടെ സ്വത്തുണ്ട്, പറമ്പുണ്ട്, ആ പറമ്പിൽ 500 തെങ്ങുണ്ട് എങ്കിൽ ഈ 5 കോടിയുടെ സക്കാത്തല്ല കൊടുക്കേണ്ടത്, 500 തെങ്ങിൽ നിന്ന് പറിക്കുന്ന തേങ്ങയുടെ കൂലി കഴിച്ച് ബാക്കിയുള്ളതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അല്ലേ? ആണ്. നിങ്ങൾക്ക് 5 കോടിയുടെ ഒരു കെട്ടിടമുണ്ട് എങ്കിൽ 5 കോടിയുടെ കെട്ടിടത്തിനല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, 5 കോടിയുടെ ആ കെട്ടിടത്തിൽ നിന്ന് നിങ്ങൾക്ക് മാസാമാസം കിട്ടുന്ന വാടകയ്ക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അതായത് വരുമാനത്തിന് ആണല്ലോ. നിങ്ങൾക്ക് 5 കോടിയുടെ വാഹനം നിരത്തിലൂടെ ഓടുന്നുണ്ട്, ബസ്, എങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, 5 കോടിയുടെ ബിസിനസ് നിങ്ങൾക്കുണ്ടെങ്കിൽ എല്ലാ കൊല്ലവും ഈ 5 കോടിക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതെന്ത് നിയമ? പടച്ചോൻ പറയും അങ്ങനെ. 5 കോടിയുടെ പറമ്പുള്ളവൻ വരുമാനത്തിന് കൊടുത്താൽ മതി, 5 കോടിയുടെ കെട്ടിടമുള്ളവൻ വരുമാനത്തിന് കൊടുത്താൽ മതി, 5 കോടിയുടെ വാഹനം നിരത്തിലൂടെ ഓടുന്നുണ്ടെങ്കിൽ വരുമാനത്തിന് കൊടുത്താൽ മതി, 5 കോടിയുടെ കച്ചവടം ചെയ്യുന്നവൻ അതിൻ്റെ ക്യാപിറ്റലിന് എല്ലാ കൊല്ലവും കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഇസ്ലാമികമല്ല, ഇത് ഖുർആനികമല്ല. കച്ചവടം സ്വയം ഒരു സക്കാത്താണ്. ഒരുപാട് ആളുകൾക്ക് അത് മുഖാന്തരം ജോലി കിട്ടുന്നുണ്ട്.
പ്രത്യക്ഷമായും പരോക്ഷമായും. അതുകൊണ്ട് സക്കാത്ത് യഥാർത്ഥത്തിൽ കച്ചവടത്തിൽ സ്വയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിന് കൊടുക്കേണ്ടത് എങ്ങനെയാ? അതിൻ്റെ പ്രോഫിറ്റിനാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ വേരിയേഷനാണ് കൊടുക്കേണ്ടത്. 1 കോടി കൊണ്ട് നിങ്ങളൊരു കച്ചവടം തുടങ്ങി, അടുത്ത വർഷം സ്റ്റോക്ക് എടുത്തപ്പോൾ 1.10 ഉണ്ട് അതിൻ്റെ മൂലധനം, എങ്കിൽ 10 ലക്ഷത്തിന് കൊടുക്കണം. അടുത്ത വർഷം എടുത്ത് നോക്കുമ്പോൾ 90 ഉള്ളൂ, നിങ്ങൾ കൊടുക്കണ്ട. കാരണം നഷ്ടത്തിന് സക്കാത്ത് അള്ളാഹു പറയൂല. അപ്പോൾ മൂലധനത്തിനല്ല സക്കാത്ത്, വേരിയേഷനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി അതിൻ്റെ മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ. മത്സ്യക്കച്ചവടക്കാരൻ, മത്സ്യം മൊത്ത കച്ചവടക്കാരുണ്ടാവുമല്ലോ, ഒരു ദിവസം ചെയ്യുന്ന കച്ചവടം ഒരു ജ്വല്ലറിക്കാരൻ ഒരു കൊല്ലം ചെയ്യൂല. ഈ മത്സ്യക്കച്ചവടക്കാരൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് എന്താണ്? 5 പെട്ടി, 5 പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടി. അയാൾക്ക് സ്റ്റോക്കൊന്നുമില്ല, സക്കാത്തില്ല. മറ്റേയാൾക്ക് 5 കോടിയുടെ സ്വർണ്ണമുണ്ട്, അതിൻ്റെ 2.5% കൊടുക്കണം. സ്വർണത്തിൻ്റെ ലാഭം എത്രയായിരിക്കും? 1% താഴെ, അതും പണിക്കൂലിയുമായി ബന്ധപ്പെട്ട്. അത് ആവർത്തിച്ച് വരും എന്നുള്ള കണക്കൊക്കെ പറയാം. പക്ഷേ നിങ്ങൾ നോക്കൂ, ഒരു മൂലധനവും ഇല്ലാതെ 5 പ്ലാസ്റ്റിക് പെട്ടി മാത്രം വെച്ച് ഇവിടെ മത്സ്യക്കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ എത്രയോ താഴെയാണ് വലിയ അസറ്റുമായി ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇയാൾക്ക് മൂലധനമില്ല എന്നുള്ള കാരണത്താൽ സക്കാത്ത് കൊടുക്കണ്ട, മറ്റേ ആൾക്ക് സക്കാത്ത് കൊടുക്കണം. ഇത് നീതിയാണോ? പച്ചക്കറി കച്ചവടക്കാർ എന്താ അവരുടെ നീക്കിയിരിപ്പ് എന്തായിരിക്കും? കുറേ പ്ലാസ്റ്റിക് പെട്ടി മാത്രമായിരിക്കും. അപ്പോൾ മൂലധനത്തിന് ആവർത്തിച്ച് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അത് അനീതിയാണ്, അത് അപ്രായോഗികമാണ്, മനുഷ്യനെ കള്ളത്തരം പഠിപ്പിക്കലാണത്. കൊടുക്കേണ്ടത് ആവർത്തിച്ച് വരുന്ന മൂലധനത്തിനല്ല, മറിച്ച് അതിൻ്റെ ലാഭത്തിനാണ് കൊടുക്കേണ്ടത്. ഒരു വർഷത്തെ കണക്കെടുത്ത് പിറ്റേ വർഷം കണക്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ മാറ്റത്തിന്, അതിൻ്റെ ടേൺ ഓവറിൽ നമുക്ക് ലഭിക്കുന്ന ലാഭത്തിന്, ആ ലാഭത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇത് മനസ്സിലാക്കണം. ഇങ്ങനെ സക്കാത്ത് കൃത്യമായി കൊടുക്കാൻ, ആവശ്യമനുസരിച്ച് കൊടുക്കാൻ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, 2.5% എന്നത് ഏറ്റവും മിനിമം കണക്കാണ്. അത് 5 ആകുന്നത് നല്ലത്, അതിനേക്കാൾ കൂടുന്നത് അതിനേക്കാൾ നല്ലത്. സമൂഹത്തിലെ ആവശ്യം അറിഞ്ഞു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്നിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കണം, ആവശ്യം ഉള്ള സമയത്ത് കൊടുക്കണം, ആവശ്യം പൂർത്തീകരിക്കുന്ന വിധത്തിൽ കൊടുക്കണം. അപ്പോഴാണത് സദഖയും സക്കാത്തുമായി തീരുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن ذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവടത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആനിൽ കച്ചവടത്തിൻ്റെ സക്കാത്ത് സദഖയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഹദീസുകളിലും കാര്യമായ പ്രതിപാദനങ്ങളൊന്നുമില്ല. ചില സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സമ്രത്ത് ബിൻ ജുന്ദബ് പറയുന്നുണ്ട്, പ്രവാചകൻ അബൂദാവൂദിലുള്ള ഒരു ഹദീസിൽ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു, ഇന്ന നബിയ കാന യഅ്മുറുന, പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു ഞങ്ങളുടെ സദഖയെ കൊടുക്കുന്നതിന്, മിനല്ലദീ നുഇദ്ദുൽ ബൈഅ, കച്ചവടത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ പണത്തിൻ്റെ സക്കാത്ത് കൊടുക്കാൻ പ്രവാചകൻ കൽപ്പിച്ചു എന്ന് അബൂദാവൂദിലൊരു ഹദീസുണ്ട്. ഇത്തരത്തിലുള്ള ചില ഹദീസുകൾ മാറ്റി നിർത്തിയാൽ കച്ചവടത്തെ സംബന്ധിച്ച് പ്രവാചകൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കച്ചവടമാണ്. പക്ഷേ പ്രവാചകൻ പറഞ്ഞത് കൃഷിയുടെ സക്കാത്തിനെ കുറിച്ചാണ്, കൃഷിയുടെ സക്കാത്തിനെ കുറിച്ചാണ്. കച്ചവടം സ്വയം ഒരു സക്കാത്താണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണമെന്ന് ദാവൂദുൽ ലാഹിരിയെ പോലുള്ള മഹാപണ്ഡിതന്മാർ, ലാഹിരി മദ്ഹബിൽ കച്ചവടത്തിന് സക്കാത്ത് തന്നെ ഇല്ല, ലാ സക്കാത്ത ഫി തിജാറ എന്നാണ്, കച്ചവടത്തിൽ സക്കാത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കച്ചവടം സ്വയം ഒരു സക്കാത്താണെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ കച്ചവടക്കാരെ പീഡിപ്പിക്കുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പുരോഹിതന്മാർ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. അത് ശരിയല്ല. എന്നാലോ കർഷകരുമായി ബന്ധപ്പെട്ടോ ഈ നിർബന്ധമൊന്നും ഒരിക്കലും പറയേയില്ല.
തേങ്ങ ഇടുന്നവരുണ്ട്, തേങ്ങയുടെ സക്കാത്ത് കൊടുത്തൊന്നും ചോദിക്കൂല. തേങ്ങ ഇടുമ്പോൾ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. വആതു ഹഖഹു യൗമ ഹസാദിഹി, ഖുർആൻ നേർക്കുനേരെ പറഞ്ഞതാണ് കൃഷിയുടെ സക്കാത്ത്. നിങ്ങൾ പയർ പറിക്കുന്നു, പയർ ഉണ്ടാക്കി, പയർ പറിച്ചാൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങയുടെ സക്കാത്ത് കൊടുക്കണം. വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ സക്കാത്ത് കൊടുക്കണം. വആതു ഹഖഹു യൗമ ഹസാദിഹി. അപ്പോൾ കച്ചവടം പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ ഖുർആൻ പറഞ്ഞിട്ടുള്ള സക്കാത്ത് സംവിധാനങ്ങൾ ഇവിടെയാണ്. കർഷക പ്രധാനമായ രാജ്യങ്ങളിൽ, നാടുകളിൽ നമ്മൾ കർഷക പ്രധാനമല്ല, നമ്മളൊരു ഉപഭോക്തൃ സമൂഹമാണ്. പക്ഷേ ഇപ്പോൾ കൃഷിയിലേക്ക് തിരിയുന്നുണ്ട്. കൃഷിയുടെ സക്കാത്ത് കൊടുക്കണം, എല്ലാറ്റിലും സക്കാത്ത് കൊടുക്കണം. റബ്ബറിനുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ കൃഷി രീതികളൊക്കെ, പൂവ് ഒരു പുതിയ കൃഷി രീതിയാണ്, അതിന് സക്കാത്തുണ്ട്. എന്താണോ വരുമാനമുള്ളതിനൊക്കെ സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഞാൻ ഓർക്കുന്നത്, പണ്ട് കാലത്ത് ചേകന്നൂർ മൗലവി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മൗലവിയുമായിട്ട്, ഒരു മുസ്ലിയാരുമായിട്ട് ഇങ്ങനെ സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വരുമാനമുള്ള എല്ലാറ്റിനും സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മൗലവി കളിയാക്കിയത്രേ. അപ്പോൾ വരുമാനമുള്ള എല്ലാറ്റിനും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അപ്പോൾ ചേകന്നൂർ മറുപടി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, നിങ്ങളുടെ താടി കൊണ്ട് നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ താടിക്കും സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു വരുന്നത് അത്രയേ ഉള്ളൂ. എന്തൊക്കെയാണോ നമ്മുടെ വരുമാനമായിട്ട് നാം സ്വീകരിച്ചിട്ടുള്ളത് അതിനൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. വരുമാനം സക്കാത്തിനെ നിർബന്ധമാക്കുന്നു, അതൊരു തത്വമാണ്. വരുമാനം സക്കാത്തിനെ നിർബന്ധമാക്കുന്നു. അപ്പോൾ വരുമാനം എന്നുള്ളത് ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഉറപ്പായിട്ടും ബാധ്യതയായിട്ട് സക്കാത്ത് ഉണ്ടായിരിക്കും എന്നർത്ഥം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജഅലിൽ ജന്നത മഅവാഹും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله.